കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. സ്കൂള് വിട്ട സമയത്ത് പിള്ളേരെല്ലാം കൂടെ ടിപ്പറിന്റെ ലിഫ്റ്റ് ചോദിച്ച് വാങ്ങിച്ച് കയറി പോകുന്നതാണോ? അതൊക്കെ ഒരു ചെറുക്കൻ ഓടി കയറി അവന്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഹലോ ഗൈസ്, സുഖല്ലേ എല്ലാവർക്കും? അടിപൊളിയല്ലേ? അടുത്ത രാജ്യത്തേക്ക് പെട്ടി തൂക്കി എടുത്ത് പോകാൻ സമയമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്ല. പക്ഷെ ഇന്ന് രാത്രിയിലാണ് ഫ്ലൈറ്റ്. വൈകിട്ട് 7 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. 7:45 ഫ്ലൈറ്റ്. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. എനിക്ക് രാവിലെ എണീറ്റ് കുറേ പണിയൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. സോ ഐ ഫിനിഷ് മൈ വർക്ക് ആൻഡ് ഇനിയിപ്പം ഒരു പകൽ ഫുൾ ഇവിടെ ചിലവഴിക്കണം എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ ഒരു ദിവസം മതിയായിരുന്നു. ഞാൻ 2 ദിവസം ഇവിടെ പ്ലാൻ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി. അബദ്ധമല്ല, വേണ്ടായിരുന്നു. ഒരു ദിവസത്തെ ആവശ്യമൊക്കെ ഉള്ളൂ. ഈ ഐലൻഡുകളൊക്കെ നമ്മൾ കണ്ടിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ മതി. ഞാൻ ഇനി പോകാൻ പോകുന്ന ഗ്രനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ 3 ദിവസം ഇട്ടിരുന്നു. അത് ഞാൻ ഒരു ദിവസം ക്യാൻസൽ ചെയ്ത് ടിക്കറ്റ് ഓൾമോസ്റ്റ് $80 പെനാൽറ്റി കൊടുത്തിട്ട് പ്രീപോൺ ചെയ്ത് വെച്ച് കഴിച്ചു. എന്നിട്ട് ട്രിനിഡാഡ് പോവാണ്. കാരണം ട്രിനിഡാഡ് പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഗുഡ് കണ്ടന്റ്സ്. അവിടെ ഇന്ത്യൻസിന്റെ ചാകരയാണ് ട്രിനിഡാഡ്. യെസ്, അവിടെ ദീപാവലി സെലിബ്രേഷനൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലായിരിക്കും. നമ്മുടെ നാട്ടിലേക്കാട്ടി കൂടുതൽ ഹിന്ദു മുസ്ലിം വർഗീയത പറയുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇന്ത്യക്കാരെ ഇപ്പോഴത്തെ ആൾക്കാരല്ല, പണ്ട് അതായത് 2-3 തലമുറയായിട്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്ന ഇന്ത്യക്കാരാണ് ഇപ്പോഴും അവിടെ ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. പുതിയ ഇന്ത്യക്കാരും ഉണ്ട്, നമ്മുടെ ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ താമസിച്ച Airbnb ഇവിടെ പറയാൻ സമയമായി. നല്ല വീടായിരുന്നു. അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലോ, നല്ല ഫ്രെയിമാണല്ലോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു വീടായിരുന്നു ഇത്. ഇതിൻ്റെ ഓണർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഷീ വാസ് ഹിയർ യെസ്റ്റർഡേ. പുള്ളിക്കാരായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇവിടുത്തെ ഈ രാജ്യത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അവരോട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റൂമെല്ലാം അസിറ്റീസ് ഞാൻ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ആക്കിയിട്ടു. എവറിത്തിങ് ഈസ് നീറ്റ്. കാരണം നമ്മളെപ്പോഴും ഒരിടത്ത് താമസിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നമ്മൾ മാന്യമായിട്ട് വൃത്തിയാക്കിയിട്ടിട്ട് ഇറങ്ങി പോവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടൊരു കാര്യം. അതെപ്പോഴും നിങ്ങളും ശീലിക്കുക. വലിച്ചു വാരി ഇട്ടിട്ട് പോകാതെ, ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്യുമല്ലോ, അവർ വന്ന് ക്ലീൻ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് വലിച്ചു വാരി ഇടാതെ, പ്രത്യേകിച്ച് Airbnb-കളിൽ താമസിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. ഒന്ന് മറ്റേ വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഡംപ് ചെയ്ത് അതിനകത്ത് പ്രോപ്പറായിട്ട് ഇടുക. കളയാൻ പറഞ്ഞാൽ കളയുക. അങ്ങനെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയുന്നുണ്ടാവും. അതൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ് Airbnb-കളിൽ താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഹോട്ടലിനെക്കാട്ടി അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ളൊരു വീടായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി നൈസ്. സോ ഞാൻ എല്ലാം എടുത്തല്ലോ. എപ്പോഴും എൻ്റെ സംശയങ്ങളാണ് എല്ലാം എടുത്തുള്ളത്. യെസ്, സോ എവറിത്തിങ് ഈസ് റെഡി. പോവാം. ഇന്നലെ വാങ്ങിച്ച കുക്കുംബറും ഒരു കുപ്പി വെള്ളവും ഇന്ന് പകല് മൊത്തം ചിലവഴിക്കേണ്ടതാണ്. വെള്ളം അങ്ങനല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് പോയിട്ട് ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിമോട്ടുണ്ട്, അത് ഇവിടെ കൊണ്ട് വെക്കണം എന്നവർ പറഞ്ഞായിരുന്നു. സോ അത് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഞാൻ ഈ താമസിച്ച വീടിൻ്റെ പേര് പിത്തായ സ്വീറ്റ്സ് എന്നായിരുന്നേ. പിത്തായ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് അർത്ഥം. ഡ്രാഗൺ ഫ്രൂട്ട്, ഇവിടെ ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ ഇവർ വെച്ചിട്ടുണ്ട്. സോ അതാണ് പിത്തായ എന്നുള്ള പേര് അവർ കൊടുത്തിരിക്കുന്നത്. ഷി വാസ് റിയലി എ നൈസ് വുമൻ. അത്യാവശ്യം പ്രായമുള്ളൊരു ലേഡിയാണ്. റിട്ടയർഡ് ആയി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവർ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ലോക്കൽ പത്രത്തിൻ്റെ സീനിയർ എഡിറ്ററോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. അവർ നാട്ടിലുള്ള ഇന്ത്യൻ ജേർണലിസ്റ്റുകളെ പല പരിപാടികൾക്ക് പല രാജ്യത്ത് പോയപ്പോഴത്തേക്കിനും കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞായിരുന്നു. ബ്രേക്ക് ഔട്ടാതെ വണ്ടി സ്റ്റാർട്ടാവുമോ? അടിപൊളി. സാധാരണ നമ്മൾ ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ടി പിടിച്ചാലല്ലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഇത് എന്തോന്ന് ടൊയോട്ട ഇത്? ഇങ്ങനെയൊക്കെയാണോ ടൊയോട്ട ചെയ്യേണ്ടേ? ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഞാനേ ഇവിടെ ഈ ടൗണിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ ചുറ്റി കറങ്ങിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. എൻ്റെ അമ്മോ, എന്നാ പാടാന്നറിയാം ഇവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കാണ് ടൗണിൽ. ഇവിടെ ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാൽ ബാഗ് കയ്യിലെടുത്തിരിക്കുന്നതേ. ഈ ബാഗ് പോയി കഴിഞ്ഞാലേ എൻ്റെ സകല സാധന ജംഗമ വസ്തുക്കളും പോകും. എങ്ങനത്തെ സ്ഥലം നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ബാഗിലെടുത്തത്. ഇവരുടെ ഒരു സിറ്റി സെൻറ്റർ ഏരിയ ആണ്. ഇവരുടെ പാർലമെന്റ് ബാക്കിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഗവൺമെന്റ് ബിൽഡിങ്ങുകളാണ് ചുറ്റും. അപ്പോൾ അതിന് സമീപത്തായിട്ടൊരു പഴയ കെട്ടിടം കണ്ടോ? ഇത് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ്, കോബിൾ സ്റ്റോൺ ഇൻ എന്നും പറഞ്ഞിട്ട്. ഇവിടെ മുകളിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് എൻ്റെ ഹോസ്റ്റ് പറഞ്ഞായിരുന്നു Airbnb-ൽ. അപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 20 എയർ കണ്ടീഷൻ റൂംസ്, റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, ജുവലറി, പിന്നെ ഇത് കൊള്ളാമല്ലോ പരിപാടി. ഇവിടെ കച്ചവടങ്ങളാണല്ലോ മൊത്തം. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോവാം. എവിടെ റെസ്റ്റോറൻറ്റ്? ബാറ് റെസ്റ്റോറൻറ്റ്, ബേസിൽസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഡൗൺ സ്റ്റേഴ്സ്.
Oh, it's അടിപൊളിയാണല്ലോ സ്ഥലം. Hi, where is the restaurant? Upstairs. Okay, it's a bar. A restaurant, that's it. That one is Basil. Okay, fine. So you serve food in both the places, right? Okay. It's upstairs. Cobblestone Inn. Oh wow, ഇത് അടിപൊളി കേട്ടോ. ഇത് സിറ്റിയിലാന്ന് പറയുമോ ഈ സ്ഥലം? സിറ്റി സെൻറ്ററിലാന്ന് പറയുമോ? ഇവർക്ക് ഇവിടെ ഒരു ഫെറി ടെർമിനലൊക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ വല്ലം കപ്പലുകളൊക്കെ വരുമെന്ന് തോന്നുന്നു. അവിടെ 1-2 ഫെറികളൊക്കെ കിടപ്പുണ്ട് കേട്ടില്ല. എനിക്ക് ഇത് കണ്ടോ, ഇവിടുന്ന് ഇവരുടെ പല ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളിലേക്ക് പോകുന്ന കുറേ ഫെറികളുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. നല്ല ചൂടാണ് ഇന്നലെയാണ് ഭയങ്കര മഴയായിരുന്നു. ഹായ്, നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്. തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് റൂംസാണ്. എനിക്ക് റൂംസാണ്, ഭയങ്കര ഒരു പ്രൈവസി ഉണ്ടാവില്ല ഇവിടെ താമസിക്കുമ്പോൾ. അപ്പോൾ ഫുഡ് വന്നു. ഇതാണ് ഫുഡ്. ഇത് ട്യൂണയാണ്. ട്യൂണ വിത്ത് എല്ലാ സമയത്തും കരീബിയൻ ഫുഡ് കിട്ടുന്ന പോലെ തന്നെ കുറച്ച് റൈസ്, പിന്നെ എന്തോ ഒരു സോസ്, കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, പിന്നെ ഇത് മാഷ് പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ പ്ലാന്റെയിൻ ഉണ്ട്. പ്ലാന്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് വറുത്ത് കൊണ്ടുതരും, അതാണ് പ്ലാന്റെയിൻ. പിന്നെ കുറച്ച് പച്ചക്കറിയുണ്ട്. സോ അതാണ് സംഭവം. ഇതാണ് ഇവരുടെ ഒരു നേരത്തെ മീല്. ഹെവിയല്ലേ? എന്തായാലും ഇതൊരെണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. 1600 രൂപ. നല്ല ആംബിയൻസ്, നല്ല ഫുഡ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. പണ്ടിത് ഷുഗർ ഫാക്ടറിയുടെ വെയർ ഹൗസ് ആയിരുന്നു. അതിനുശേഷം അത് ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ നമ്മൾ കുറേ പഴയ കെട്ടിടങ്ങളില്ലേ ബിനാലെയൊക്കെ നടക്കുന്നതും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സോ അതുപോലത്തെ ഒരു സെറ്റപ്പാണിതെന്ന് പറയാം. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. ഇവിടെ വലിയ റേറ്റൊന്നും ഇല്ല റൂമിന്. പിന്നെ ഈ പറഞ്ഞ പോലെ റൂഫ് ടോപ്പ് ബാറുണ്ട്, താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കണ്ടില്ല, ആ ഒരു പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബിൽഡിംഗ് ആണിത്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു സ്റ്റൈലാണ്, ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ കരിങ്കല്ല് വെച്ചും ഇഷ്ടിക വെച്ചും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലത്തെ ഇതുപോലത്തെ കെട്ടിടങ്ങൾ. നൈസല്ലേ? അടിപൊളിയല്ലേ? നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ സ്ട്രീറ്റിൽ കുറേ വെൻഡേഴ്സ് ഉണ്ട്. മാലയും വളയും അങ്ങനെ സാധനങ്ങളൊക്കെ. ഐം ജസ്റ്റ് ലുക്കിങ്. മാലയും വളയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. നൈസാ. മൊത്തത്തിൽ ഇതൊരു സാധാരണ നാട്, ഒരു സാധാരണക്കാരുടെ നാട്. അവരെന്തോ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. ഫുട്പാത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വളരെ സാധാരണക്കാരുടെ സ്ഥലം. മനസ്സിലായില്ലേ? വളരെ കുറവ് ടൂറിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. ഉണ്ടോ ജീരകം, മുളക് പൊടി, സ്പൈസസ്, പല ധാന്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? ഇതെന്താണ് ഇത് സാധനം? എന്താ? വാട്ട് ഈസ് ദിസ്? ഓക്കെ. എനിക്കൊന്ന് എന്തോ ഫുഡാ, എന്താന്ന് മനസ്സിലായില്ല. പട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് എന്നാണോ പറഞ്ഞേ? അറിയില്ല എന്താ പരിപാടി എന്നുള്ളത്. ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ സുവനീർ പോലും വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടില്ല. കാരണം അതുപോലും അവിടെ ഇല്ലെന്നേ. കാരണം ടൂറിസ്റ്റുകൾ വരണ്ടേ. ടൂറിസ്റ്റുകൾ വന്നാലല്ലേ സുവനീറൊക്കെ കച്ചവടം നടക്കുള്ളൂ. അതുപോലും കാണാനില്ല. സാധാരണക്കാരുടെ മാർക്കറ്റ്, അങ്ങനത്തെ ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. ഈവൻ വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി. എൻ്റെ ദൈവമേ, അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ഞാൻ കണ്ട സാധനങ്ങൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ. ഈവൻ പച്ചക്കറി ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മീറ്റ് ആണെങ്കിലും, മീറ്റ് ഫിഷൊക്കെ ഫ്രോസൺ തന്നെ ഇവർ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഐലൻഡായിട്ട് ഇവർ ഫ്രോസൺ ഫിഷ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. തീരെ ക്വാളിറ്റി ഇല്ലാത്ത, ഞാൻ ഒന്നല്ല ഒരു 3-4 സൂപ്പർ മാർക്കറ്റുകളിൽ കയറി കേട്ടോ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫുഡ് എന്താണെന്നറിയില്ല. ഭയങ്കര മോശം സംഭവങ്ങൾ. ഒന്നാമത് ഐലൻഡാണ്, പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ വരണം. പക്ഷേ ഭയങ്കര മോശം സാധനങ്ങളാണ് പല സ്ഥലത്തും ഞാൻ കണ്ടത്. ഭയങ്കരമായിട്ട് വിഷമമായി എനിക്ക്. ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ക്വാളിറ്റി ഓഫ് ലിവിങ്, അത് ഭയങ്കര ബാഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് അറിയത്തില്ലല്ലോ റിയൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും സാധാരണ ആളുകളെന്ന് പറയുന്നത് ദേ ലീവ്. എൻ്റെ മോനെ അതൊന്നും പറയുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിലും അതൊക്കെ തന്നെയാണ് പ്രശ്നം കുറേയൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ സൗത്തിലേക്ക് അത്ര ഇല്ലെന്നേ ഉള്ളൂ. നോർത്തിലേക്കൊക്കെ പോകണം. അവിടുത്തെ ആളുകളുടെയൊക്കെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നും, വിഷമം തോന്നും. ലൈക്ക് ഇറ്റ്സ് റിയലി ബാഡ്. ഞാൻ അതുപോലെ ഇവിടെ ഇതുവരെ ഒരൊറ്റ ഇന്ത്യക്കാരനെ കണ്ടില്ല കേട്ടോ. ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ എവിടെയും ഞാനൊരു ഇന്ത്യക്കാരനെ കണ്ടില്ല. ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ, പക്ഷേ ഐ നെവർ സീൻ എനിവൺ. പിന്നെ ഇവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് യാത്ര ചെയ്യാൻ. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും അത് വേറെ രീതിയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളിലും ഇതിനപ്പുറത്തെ ഭാഷയാണ്. ഇവിടുത്തെ ഫയർ ട്രക്ക് ആണെന്ന് കേട്ടത്. നോക്കി, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്
ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. നൈസ്. ഇവിടുത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഫയർ ട്രക്കും ഉണ്ട്. ഇളെന്തിനാണ് ഹോൺ അടിക്കുന്നത്? സാധാരണ അങ്ങനെ ആൾക്കാർ ആരും ഹോൺ അടിക്കാറില്ല. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് രാജ്യം, പിന്നെ സംസ്ഥാനം, പിന്നെ സംസ്ഥാനത്തിനടുത്ത് ജില്ല, അങ്ങനെ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് നമ്മുടെ ഒരു ജില്ല അത്രയും പോലും വലിപ്പമില്ലാത്തൊരു രാജ്യമാണ് ഇവിടെയുള്ള കരീബിയൻ രാജ്യങ്ങളെല്ലാം. അപ്പോൾ ഇവർക്ക് പാരിഷ്, ഇടവക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. സെൻറ്റ് ജോർജ് പാരിഷ് എല്ലായിടത്തും ഉണ്ടാവും. സെൻറ്റ് ജോർജ് പാരിഷ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള ജോർജ് ടൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമൺ പാരിഷ് നെയിം എല്ലാ രാജ്യത്തും ഉണ്ടാവും. സ്ഥലപ്പേരുകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും പലതും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ ഇവർക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ മെയിൻ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ DGP ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് സെറ്റപ്പ്. നമ്മുടെ ജില്ലയുടെ നമ്മുടെ എറണാകുളം ജില്ലയുടെ അത്രയും പോലും വലിപ്പമില്ലല്ലോ ഈ ഒരു ചെറിയ സ്ഥലത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള പല ദ്വീപുകൾക്കും. നമ്മൾ റോഡിൽ കൂടെ വെറുതെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളൊരു ഫോറിനർ ആണല്ലോ. സോ പീപ്പിൾ വിൽ കോൾ ടാക്സി ടാക്സി ടാക്സി. ഇവിടുത്തെ പോലീസുകാരാണ്. പോലീസിൻ്റെ യൂണിഫോം കൊള്ളാലോ, നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് പോലീസുകാരെ കരീബിയൻ രാജ്യത്ത് വന്ന് കാണുന്നത്. ഇതുവരെ ഇവിടെ വന്നിട്ട് ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് ഒരു പോലീസുകാരെ കണ്ടില്ല. ബഹാമസിൽ കണ്ടായിരുന്നു. അവിടെ നമ്മുടെ പോലീസുകാർ നമ്മുടെ വണ്ടി പൊക്കിക്കൊണ്ട് പോയായിരുന്നല്ലോ പാർക്കിംഗ് ഇട്ട സമയത്ത്, അവിടെ കണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ വേറൊരു സ്ഥലത്തും പോലീസുകാരെ കണ്ടില്ല. സോ ഐ എം ബാക്ക് ടു മൈ കാർ. വയറ് നിറഞ്ഞു, ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട്. അതായത് ഫുൾ കാർബല്ല ഇതിനകത്ത്. ഫിഷ് മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ. ബാക്കി ആ മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. അത് മാഷ് പൊട്ടറ്റോ അല്ല, അത് മധുരക്കിഴങ്ങ് മാഷ് പൊട്ടറ്റോ പോലെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതും ബട്ടറൊക്കെ ഇട്ട് ഇമാതിരി ടേസ്റ്റ് ആയിരുന്നു. അത് കാർബിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറും കാർബൊക്കെ നമ്മൾ എത്ര കിട്ടിയാലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കാർബിൻ്റെ പ്രശ്നം. എനിക്കാണെങ്കിൽ ഒരു ഇച്ചിരി കഴിച്ചാൽ പെട്ടെന്ന് വട്ടം വയ്ക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ. പിന്നെ ഇവിടെ പോവർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റാർവേഷൻ ഇല്ല. അതായത് ആരും പട്ടിണിക്ക് കിടക്കത്തില്ല. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടാവും. അത് നമ്മൾ ഇന്നലെ പോയപ്പോഴൊക്കെ കണ്ടാണ്. പല സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടാവും. ഇവർ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല മണ്ണുള്ള സ്ഥലമാണ്. വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സ്ഥലമായിട്ട് നല്ല മണ്ണുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇവരുടെ പോവർട്ടി എന്ന് പറയുന്നത് ഇവരുടെ രാജ്യത്ത് നാച്ചുറൽ കലാമിറ്റീസ് കാരണം സംഭവിച്ചാണ്. അതായത് ഇവിടുത്തെ ആൾക്കാരുടെ എന്ത് ചെയ്യാനാ, എപ്പോഴും ഹരിക്കേനും ഈ പറഞ്ഞ പോലെ നമ്മുടെ വോൾക്കാനോ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആളുകളെ എഫക്റ്റ് ചെയ്യും. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഈ ഐലൻഡിന്റെ വോൾക്കാനോ ഒക്കെ ഉള്ള വേറെ വിൻവാഡ് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്തേക്ക് നോർത്തിലേക്കാണ് പോയത്. അപ്പൊ ഇന്ന് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇതും നമ്മൾ പോയി ആ വോൾക്കാനോടൊക്കെ അടുത്ത് വരെ എത്തും. പക്ഷേ നമുക്ക് ആ റോഡ് അവിടെ എന്താണ്, നമുക്ക് ലാസ്റ്റ് വില്ലേജ് വരെ പോയിട്ട് തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. നമ്മുടെ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ പോകണം. കുന്നും മലയും കയറിയുള്ള യാത്രയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലയുടെ മേളിലൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ വീടുകൾ കാണാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാ. താഴെ കണ്ടോ ഒരു കിഡിലൻ സ്റ്റേഡിയം, പിന്നെ അതിന്റെ അപ്പുറത്ത് പോർട്ടാണെന്ന് തോന്നുന്നു. യെസ്, കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. സോ ദാറ്റ്സ് എ പോർട്ട്. ഒരു സെയിൽ ബോട്ട് ഞാൻ കണ്ടു. ഇവിടെ ഇവർക്ക് കൊണ്ട് കേട്ടോ മറീനയും സംഭവങ്ങളൊക്കെ ഉണ്ട്. സെയിൽ ബോട്ടുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിൽ ടൂറിസം ഇവർ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. അതായത് നമ്മൾ ഈ കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ടൂറിസ്റ്റുകൾ വരുന്ന രാജ്യം സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ് ആണ്. ഇവർക്ക് അധികം ടൂറിസം ഇവർക്ക് കാര്യമായിട്ടില്ല. വലിയ റിസോർട്ടുകളും മറ്റൊന്നും കാര്യമായിട്ടൊന്നുമില്ല. കാരണം വലിയ റിസോർട്ടുകൾ വന്നാൽ മാത്രമേ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ധാരാളം വരുള്ളൂ. കാരണം അങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്നൊക്കെ വരുന്നവരും ദി കംഫോർട്ട് റിസോർട്ട്സ്, ബീച്ച് റിസോർട്ടുകൾ വരണം. ബീച്ച് റിസോർട്ടുകളാണ് ഇവിടുത്തെ ടൂറിസം, ഈ രാജ്യങ്ങളുടെ, ഈ കരീബിയൻ രാജ്യങ്ങളുടെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് കൊടുക്കുന്നതും അവരുടെ റവന്യൂ കൊണ്ടുവരുന്നതൊക്കെ ബീച്ച് റിസോർട്ടുകളാണ്. ബീച്ച് റിസോർട്ടുകൾ വരുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്കും കച്ചവടം കിട്ടുന്നത്. ഞാൻ താമസിച്ച ഹോം സ്റ്റേയുടെ ആ ലേഡി എന്നോട് പറയായിരുന്നു, ഇവിടെ സിൽവർ സാൻഡ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് ആരംഭിച്ചെന്ന്. അപ്പോൾ അവർ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഭയങ്കരമായിട്ട് എയർപോർട്ടിൽ അവിടെയൊക്കെ പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്യം ചെയ്യുന്ന കണ്ട് അവർക്ക് 4 ഗസ്റ്റ് വന്നു എന്ന്. ഇവർക്ക് എയർബിഎൻപിക്കാർക്ക് ആ റിസോർട്ട് പരസ്യം ചെയ്യുമ്പോൾ ഈ രാജ്യം പ്രൊമോട്ട് ചെയ്യപ്പെടും അല്ലേ. അന്നേരം അങ്ങനെ ആ രാജ്യത്തെ പറ്റി അറിഞ്ഞ് അവർക്ക് ഗസ്റ്റ് വന്നു എന്ന്. ശരിക്കും നല്ല സ്ട്രാറ്റജിയാണത്. നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട. നമ്മുടെ നാട്ടിലെ റിസോർട്ടുകൾ ഇപ്പോൾ താജ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവമാണെങ്കിലും ഏതാണെങ്കിലും നല്ല റിസോർട്ടുകളുണ്ടല്ലോ. ഈ റിസോർട്ടുകൾ വേറെ എവിടെയെങ്കിലും പരസ്യം ചെയ്യുമ്പോൾ അവർ ആ പരസ്യം കാണുകയും ആ രാജ്യത്തെ പറ്റി പഠിക്കുകയും അവർക്ക് ആ റിസോർട്ട് അഫോർഡബിൾ ആയിരിക്കില്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ദേ വിൽ ലുക്ക് ഫോർ അനദർ പ്രോപ്പർട്ടി. അങ്ങനെയാണ് ഇവിടെയൊക്കെ ടൂറിസം വളരുന്നത്. ഇവിടെ നല്ല ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല സംഭവങ്ങളും. ടൗൺ വിട്ട് കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ റിയൽ ലൈഫ് കണ്ടു തുടങ്ങും. ഞാൻ ഇന്നലെ പോയ ഒരു ഭാഗം കുറച്ചും കൂടെ ഒരു ദാരിദ്ര്യം നിറഞ്ഞൊരു സ്ഥലമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോകുന്ന പ്രദേശം കുറച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി ഇവിടെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴത്തേക്കിനും ഓരോ വ്യൂ പോയിന്റുകൾ കാണും. ഞാൻ ഇവിടെ വണ്ടി നിർത്തും. ഞാൻ ഇത്ര നേരം ഒരു കാട്ടുവഴികളിൽ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും നോക്കി, വാവ്, ഇവിടെ ഒരു ചെറിയ വീട് കണ്ടോ? ആ ചേട്ടൻ്റെ വീടിൻ്റെ വ്യൂ നോക്കിയേ,
$1 million കൊടുത്താലും ഈ വ്യൂ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. ഓ എൻ്റെ ദൈവമേ, ഒരു 180 ഡിഗ്രിയിൽ ഇങ്ങനെ കടലിൻ്റെ വ്യൂ ആണ്. താഴെ ഒരു ബീച്ചും ഉണ്ട് അവിടെ. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇവരുടെ പാർട്ടി കൊടികളാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഇവരുടെ രാജ്യത്തിൻ്റെ കൊടികളാണ്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് പോലെ തന്നെ ഇവരുടെ നാഷണൽ ഫ്ലാഗിൻ്റെ സംഭവങ്ങളാണ് ഈ കുട്ടിക്ക് തൂക്കിയിട്ടിരിക്കുന്നത്. ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് കാണുന്നത്, അല്ലാതെ പാർട്ടി കൊടികളല്ല. പാർട്ടി കൊടികളും ഉണ്ട്, നാഷണൽ ഫ്ലാഗും ഉണ്ട്, അങ്ങനെ പലതും കാണാം ഇവിടെ. ഞാൻ പിന്നെ ഏതോ ഒരു കാട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര. ഞാൻ പോകുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു. എന്താണെന്ന് ചോദിക്കട്ടെ. ഹലോ, ഇസ് ദിസ് എ ജയിൽ? Yes. Okay. So that's what it's written as correctional facility, right? Okay. Belle Isle Correctional Facility. ഇത് ഇവിടുത്തെ ജയിലാണ്, കണ്ടില്ലേ? ജയിൽ കണ്ടാ. Wow. And what is this? The landfill where to the garbage. So the garbage from the entire island comes here? Yeah. Okay. And they process it. No. Part. Half. Oh, half of the garbage. And some come here. Oh, some come here, some go to other one. And some go the other way. Yeah. Ah, okay. Nice. Okay. Now I was just wonder like, what is this? So everything is local? Yeah. Okay. Thank you. Except for them, they're not local. Okay. That's why them, except for these, they're not local. Yeah. Yeah. ഇതുണ്ടോ ഗൈസ്, നോക്കി. ദ ഗവൺമെന്റ് ഓഫ് മെക്സിക്കോ, അതായത് മെക്സിക്കോ ഗവൺമെന്റ് ഡൊണേറ്റ് ചെയ്തിട്ട് പണിത് കൊടുത്ത ഒരു പാലമാണ് ഈ കാണുന്നത്. പാലമോ അങ്ങനെ എന്തോ ആണ്, ഇപ്പോൾ പാലം എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവമാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് അണ്ണന്മാർ ചവച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഹലോ, ഹൗ ആർ യു? ഒരു പ്രത്യേകതയാണല്ലേ, ഇങ്ങനെ ഷിവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ നോക്കി. അലങ്ങി ആ ഒരു ചവക്കലിൻ്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടില്ലേ? ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഇരുന്ന് ഇങ്ങനെ ആടുന്നത്. നമ്മൾ ഈ അപ്പൂപ്പന്മാരൊക്കെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരുന്ന് ആട്ടത്തില്ലേ, അതേപോലെ ഇങ്ങനെ സ്റ്റൈലായിട്ടിരുന്ന് ആടുന്ന കണ്ടോ? ഇത് നോക്കിയേ, ശരിക്കും ഒരു ഗ്രാമം കണ്ടാ. പശുവും ആടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള, വലിയ വീടൊന്നുമില്ല, അല്ല ചെറിയ വീടുകൾ, തെങ്ങ്. ശരിക്കും കേരളം പോലില്ലേ, ഏകദേശം കേരളമൊക്കെ പോലില്ലേ, കോഴിയൊക്കെ ഓടി നടക്കുന്ന അവിടെ ഇവിടെയൊക്കെ. ഈ ഒരു സാധനം കണ്ടോ? ഇത് നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പ് പോലത്തെ എന്തോ ഒരു പൈപ്പാണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് പെൻസ്റ്റോക്ക് പൈപ്പ്. ഇത് എന്ത് പൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ? തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്ത് കൊണ്ടുപോകുന്നതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആരെങ്കിലും കാണാനാണ് ചോദിച്ചു നോക്കായിരുന്നു. തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് വെള്ളം കൊണ്ടുപോകുന്ന തന്നെ ആയിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഇത്രയും ശക്തിക്ക് അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഇരുമ്പിൻ്റെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് കാണുന്നത്. നമ്മൾ ധാരാളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് ന്യൂ ഫോർ മീ. ഉള്ളതല്ലേ? അത് പെൻസ്റ്റോക്ക് പൈപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു സബ് സ്റ്റേഷനിലേക്ക് കയറി വന്നു. ഇവിടുത്തെ സബ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സ് കണ്ടോ? ഇതിൽ ഒരു ഡീറ്റൂർ ചെയ്ത് വിട്ടിരിക്കുകയാണ്, വഴി തിരിച്ച് വിട്ടിരിക്കുകയാണ്. അവിടുത്തെ റോഡ് പണി നടക്കുന്ന കാരണം ആ ഒരു ക്വാർട്ടേഴ്സൊക്കെ എന്ത് ഭംഗിയോ! ക്വാർട്ടേഴ്സ് അടിപൊളി, നല്ല കിടിലം വീടുകളല്ലേ. ആ സബ് സ്റ്റേഷൻ കഴിഞ്ഞ് ഞാൻ ഒരു മല കയറി മേപ്പോട്ട് വന്നു. ഒരു കിടിലം കാഴ്ചയുണ്ട്, കാണിച്ചു തരാം. കുറേ മലകൾക്ക് നടുവില് താഴെയായിട്ട് ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയം ഇരിക്കുന്നത് നോക്കി എവിടെയാണെന്ന്. ഓ, കിടില ലൊക്കേഷൻ, എന്ത് ഭംഗിയെന്നൊക്കെ അത് കാണാനായിട്ട്. ഇതൊരു രക്ഷയിലോട്ടോ. അവിടെ താഴെ എന്തോ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കിടിലൻ ലൊക്കേഷൻ. ശരിക്കും ഇത്രയും ഒരു കിടുക്കാച്ചി വ്യൂ ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇതൊരു കിടിലൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ കിടുക്കാച്ചി ലൊക്കേഷൻ. ആ മലകൾക്ക് നടുവിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഭാഗത്ത് ഇങ്ങനെ കടൽ ഇങ്ങനെ കയറി കിടക്കുകയാണ്. ശരിക്കും നല്ലൊരു കിടിലൻ റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ ഒരു കിടിലൻ ലൊക്കേഷനാണിത്. എന്താ ചെയ്യുക, ഇവിടെ അങ്ങനെ റിസോർട്ടുകളും കാര്യങ്ങളൊന്നും വളരെ കുറവാണ്. ശരിക്കും ട്രൂലി അൺടച്ച്ഡ് പ്ലേസസ് ആണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ? ഇത് ഞാൻ പറഞ്ഞ സൂപ്പർ സ്ഥലമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ ഭാഗത്തെ ആ പച്ചപ്പ് നിറഞ്ഞ മലകളൊക്കെ കാണാനായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കിടിലം ഭംഗിയായിരുന്നു. അവിടെ എന്താണെന്നറിയില്ല, 2-3 ബോട്ടുകൾ താഴെ കിടക്കുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. കാരണം അത് ടൂറിസ്റ്റുകളുടെ ബോട്ടല്ല, വേറെ എന്തോ ഒരു കൈൻഡ് ഓഫ് ബോട്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിനിടയ്ക്കും ധാരാളം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഈ മലമുകളിൽ. ആ ഒരു മലമുകളിൽ ചെയ്യുന്ന കൃഷിയും വീടുകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും മല കയറുകയാണ്. മല കയറി പോവാ. ഈ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഡ്രോണിൽ കണ്ടത്. എന്താ അല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഫുള്ള് കടച്ചക്കയും, പിന്നെ കടച്ചക്കയാണ് ഈ ഐലൻഡിൽ ഏറ്റവും കൂടുതൽ. കടച്ചക്ക, തെങ്ങ്. ഈ വീടിൻ്റെ വ്യൂ നോക്കി. ഇവിടെയൊക്കെ ഓരോ വീട്ടുകാരുടെയൊക്കെ വ്യൂ ഉണ്ടല്ലോ, $1 million വ്യൂ ആണ്. അയ്യോ, ഹലോ, എക്സ്ക്യൂസ് മീ, ഞാനൊന്നും ചെയ്യില്ല, നീ എൻ്റെ ഒന്നും ചെയ്യരുത്.
കേട്ടോ. ഇല്ലില്ല, ഞാൻ ആ ടൈപ്പല്ല. പോയേ പോടാ, ഉപദ്രവിക്കരുത്. ഇടി 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 പൊക്കോണം. അയ്യോ പേടിച്ചു കേട്ടോ. ആശാൻ വന്നിട്ടേ എങ്ങനത്തെ പട്ടി എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. എൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റേഞ്ച് പോയി, പിന്നെ മുമ്പിലൊരു ലോറി കയറിപ്പോയി. അയ്യോ അത് കാരണം ഞാൻ പോസ്റ്റ് ആയി ഗൈസ്. അവനാണ് പതുക്കെയാണ് പോകുന്നത്. വീണ്ടും വലിയൊരു മല കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഇത് നമ്മൾ അങ്ങോട്ട് പോകും തോറും ഇത് ബ്യൂട്ടി ടു ദ പീക്ക്, അതായത് ബ്യൂട്ടി കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 8 കിലോമീറ്ററും കൂടെ റോഡുള്ളൂ. ഇവരുടെ റോഡ് നിർമ്മാണം ഒരു രക്ഷയില്ല കേട്ടോ. ടാറിട്ടൊന്നും അല്ല, കോൺക്രീറ്റ് ഇട്ട റോഡ്, അതും കുത്തനെ ചെങ്കുത്തായ രീതിയിലാണ് കയറി ഇറങ്ങി അങ്ങനെയാ പോകുന്നത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ബ്രേക്ക് ചെയ്ത് കാലെടുക്കാൻ പറ്റില്ല. സ്കൂള് വിട്ട സമയത്ത് ഒരു ടിപ്പർ പോവായിരുന്നു ഫ്രണ്ടില്. അപ്പൊ പിള്ളേരെല്ലാം കൂടെ ടിപ്പറിന് ലിഫ്റ്റ് ചോദിച്ച് വാങ്ങിച്ച് കയറി പോകുന്നതാണോ അതൊക്കെ. ഓ അടിപൊളി അച്ചോളാ. കാരണം ഇവർക്ക് വീട്ടിൽ പോകാനായിട്ട് വേറെ പരിപാടി വേണ്ടേ, വേറെ വഴി വേണ്ടേ. എൻ്റെ ദൈവമേ, ടീച്ചർ കയറി പോവോ? പിള്ളേരും ടീച്ചറും എല്ലാവരും കൂടെ കയറി പോകുന്നു തോന്നുന്നു. കഷ്ടമുണ്ടല്ലേ. സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്. സ്കൂൾ ബസ് അല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ പിക്ക് ചെയ്യാനായിട്ടൊക്കെ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ ചെറുക്കൻ കൊള്ളാമല്ലോ, രണ്ടെണ്ണം പൊട്ടിക്കുകയാണ്. അടിക്കുന്ന അടി 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 അടി. അയ്യോളാ കഷ്ടമുണ്ട് പിള്ളേർ. അയ്യോളാ എന്തൊരു സ്ഥലം കാണാനായിട്ട്. ഐ റിമെമ്പർ മൈ സ്കൂൾ ഡേയ്സ്. പക്ഷെ ഇങ്ങനെ ഒന്നും കയറി പോകേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. കാരണം എനിക്ക് വീട് അടുത്തായിരുന്നു, സൈക്കിളിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണുമായിരുന്നല്ലോ. ഒരു ചെറുക്കൻ ഓടിക്കേറി അവന്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഇവരൊക്കെ എനിക്കൊന്ന് സ്ഥിരം ഇരിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. സ്ഥിരം ഇരുന്ന് പോകുന്നതാന്ന് തോന്നുന്നു പിള്ളേരൊക്കെ. Okay, come here. Yeah, come in front, come. What's your name? Kaden Cyrus. Huh? Kaden Cyrus. Okay, so you are going back to home from school? Yes. Okay, close the door. Do you know to wear the seat belt? How far is your house? Seat belt ഇടണം, ഇല്ലെങ്കിൽ മണി അടിച്ചോണ്ടിരിക്കും. Is it nearby? Is it nearby? Yeah, like right one. Right, okay, right there. What's your name? Kaden Cyrus. Not here. One Not second. here. Your door is open. Yeah, right there. Okay. So, wonder where you get drone from? Sorry, Where you get drone? I don't understand you. One second. The door is still open. Oh, Yeah, that's what. I keep on beeping. So, which class are you studying at? 2. Second standard. Okay. That's nice. Do you know where I am from? No? I'm from India. Do you know India? No. What is your country? cousin. What's your country's name? Vincent the Grenadines. Saint Vincent and Grenadines. Okay. So I am from India. So that's a different country. Okay, so which animal are you in India? We have elephants. Do you know elephants? The big one? Gone. The big one. Elephants. Do you know what is elephant? Yeah. Yeah, we have a lot of elephants there. Like 200. Much more. That's a one for stuff. Huh? Do you want me to stop here? Is that your house? Up. Up there? Yeah. Okay. That's fine. Okay, fine. That's up. Okay. I will open it for you. One second. Hold on. Yeah. Okay. Bye-bye. Are you good? Yeah. Bye-bye. Yeah, that's up. Can I go when you're there? Okay. See you. Bye-bye. Bye-bye. ചുമ്മാ ഒരു ചെക്കൻ വഴി കൂടെ പോകുന്ന വഴിക്ക് കൈ കാണിച്ച കൊച്ചിറക്കനായിട്ട് നിർത്തിയത്. വെറുതെ ലിഫ്റ്റ് കൊടുത്ത് രസമല്ലേ. അവൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഡയലക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ. ഇനി ഒരു 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഈ രാജ്യത്തെ റോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് അവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ തന്നെ റോഡിന്റെ വീതിയൊക്കെ കുറഞ്ഞ് ഇങ്ങനെ വന്ന് പൊളിഞ്ഞു കിടക്കുന്ന പാലം പകരം ഉണ്ടാക്കിയ താൽക്കാലിക പാലം. ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം നോക്കി. ഇത് റിച്ച്മണ്ട് കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ നമ്മുടെ വോൾക്കാനോ ഇല്ലേ, ആ വോൾക്കാനോടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെയൊക്കെ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിട്ട് അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പലതും.
അപ്പോൾ റോഡ് അവസാനിക്കുകയാണ്. ഇവിടെ ഒരു നദിക്കരയുണ്ട്, ആ നദിക്കരയിൽ റോഡ് അവസാനിക്കും, പിന്നെ അങ്ങോട്ട് റോഡില്ല. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു പോവാം. റിച്ച്മണ്ടിൽ ആ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നു. പക്ഷേ എൻ്റെ അമ്മ കഴിഞ്ഞു, റോഡ് തീർന്നു. ഹായ്, are you from here? Okay, fine. Okay, so that is the volcano which was erupted, right? Yeah. That's volcano. Okay, so which is the easiest route to do the trekking? Is it from this side or the other side? Easier from the other side. Other side, okay. And we cannot see the crater from here, right? The crater is so far inside. Yeah. Okay, it's far. Even if I fly a drone, it's very far. Yeah, too far. Too far. Yeah. You can't. Okay. So this was the place where the lava flowed, or is it? Okay. Oh, so it's like a river now. It's always been a river. Oh, it was a river. Always been a river. Yes. Okay. So there's two rivers like this basically. One on the leeward side and one on the windward side. Mm-hmm. The windward side is called Rabaka. Yeah, I've seen that yesterday. Right. Yeah. So most of the lahar came down in the Rabaka River and in this. Okay. Yeah. But then there are other rivers as well that would have had lahars as well. But Oh, these are the two major rivers. I understood. I think they are mining that sand from here, right? Yeah, they mine the sand from here and from Rabaka as well. Okay. Yeah, both. From Oh. here on the leeward side and Rabaka on the windward side. Okay. Yeah, Nice. they mine all this. Thank you. Thanks for the information. Yeah, Yeah. man. Thank you. You here on vacation? Yeah, I'm on vacation, so I was just thinking about driving to the last dead end of the road. Right. Yeah, there's no road from here to the other No, side. And if you want to go to the other side, you have to go all the way. back around, Yeah, back around. Yeah. Back So- to Kingston and then So is it something like it's difficult to build the road, or they're not building it purposefully? it's difficult. It's difficult. Yeah. Or because of this? the Ah, very steep mountains and a lot of Okay. the rocks are very hard. yeah. Also, that there are no people living in this area, right? No. Yeah, it's a very sensitive area. Okay. Okay, thank you. Yeah, you're welcome, man. Yeah, bye. Take care, eh? Bye. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞതൊക്കെ? ആ അങ്ങ് ദൂരെ കാണുന്ന ആ മലകൾക്ക് മുകളിൽ അതിൻ്റെ അപ്പുറത്ത് അവിടെ നിന്ന് കുറേ പോകണം. ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ട്രക്ക് ചെയ്ത് പോകാൻ. അവിടെയാണ് മറ്റേ വോൾക്കാനോ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ ബോയിലിംഗ് ആണ്, അതായത് ഇപ്പോഴും ഹാപ്പനിങ് ആണ്, ആക്റ്റീവ് വോൾക്കാനോ ആണ്. അപ്പോൾ ഈ വോൾക്കാനോ ഇറപ്റ്റായിട്ട് ലാവയും പിന്നെ മണ്ണും മണലും അതും ഇതും ലാൻഡ് സ്ലൈഡൊക്കെ സംഭവിച്ച് ഒഴുകി കടലിലേക്ക് വന്നത് ഈ രണ്ട് നദികളിലൂടെയാണ്. ഒന്ന് ഇപ്പുറത്തെ സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വലിയ നദിയല്ലേ, വലിയ രീതിയിൽ സെറ്റപ്പിൽ ഇങ്ങനെ കിടക്കുക. നമുക്ക് അങ്ങനെ റോഡ് ഇവിടെ അവസാനിച്ച് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ഇനി തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനം മിസ്സാവും. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 3:15 4:15 5:15 ഒരു 6 മണിയെങ്കിലും ആവും ഞാൻ തിരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കിന്. 7:45 എൻ്റെ ഫ്ലൈറ്റ്. ഇന്ന് ഇവിടെ നിന്നുള്ള ലാസ്റ്റ് ഫ്ലൈറ്റാണ്. അത് കോമഡി കേൾക്ക്. വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്ലൈറ്റാണ് എൻ്റെ 7:45 അതിന് മുമ്പ് വേറെ ഫ്ലൈറ്റ് ഒന്നുമില്ല. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ 55 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. കടൽ തീരത്ത് ഇങ്ങനെ ഒരു സ്ഥലം വളരെ അപൂർവമല്ലേ? ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതുപോലെ കാട് പിടിച്ച് കാട് പോലെ നിൽക്കുന്ന സ്ഥലം. തൊട്ടപ്പുറത്ത് കടലാണ്, കടൽ തീരത്തുള്ള കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലം. നൈസ് അല്ലേ? Now we go back. അങ്ങനെ നമ്മൾ നമ്മുടെ സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറഞ്ഞ രാജ്യം ഫുൾ അരിച്ച് പെറുക്കി ഗൈസ്. അരിച്ച് പെറുക്കി എന്ന് പറഞ്ഞാൽ ഫുൾ അരിച്ച് പെറുക്കി. അപ്പോൾ ഇനി തിരിച്ച് എയർപോർട്ടിൽ പോകണം. ഇവിടെ നിന്ന് അയ്യോ ആ ടൗണിലാണ് മുടിഞ്ഞ ബ്ലോക്കും ആയിരിക്കും. ആ ടൗൺ കടക്കാതെ പോകാനും പറ്റൂല, അതാണ് പ്രശ്നം. നോക്കാം. എന്റെ അമ്മോ, അടിപൊളി പിള്ളേരെല്ലാം കൂടെ ഞാൻ വണ്ടി നിർത്തിയത് കഴിച്ചു. ഇത് നോക്ക്. അയ്യോ ഓക്കെ ഓക്കെ. ആ എന്റെ അമ്മേ, ലെറ്റ് മീ സീ. വണ്ടി വലിക്കുന്നില്ല ഗൈസ്. ഏതോ ഡോർ അടഞ്ഞിട്ടില്ല. Can you open and close this door? This door? Can you open and close? Yeah, strong. Yes, perfect. How are you guys? Good. You want money? Yay! Say yeah. Yay! Photo. So, excuse me? Yes. You Indian? Yes, I'm Indian. Yeah. You know India? Yeah. How do you know India? It's a famous country. Oh, it's a very famous country. Okay. Do you know any other Indians? Indians. Yeah? Me like the accent. Oh, okay. What is your name? Rashad Ali. Oh, that's nice. Okay. What? I'm glad that you know India. Yeah, it's most populated country.
Yes, it is the most populated country. Yeah, that's true. My name is Ronaldo Boyens. Okay, so which standard, which class are you studying? I am in grade 6. Middle grade 3. Where is your school? Shantabila Methodist. Karen! Okay. വേറെ പിള്ളേർക്കൊക്കെ Okay, പിള്ളേരെ can you leave this school, please? Here? Yes, yes. No. Don't I am or I get down there? Okay, I will stop. Don't I green. You want to get down? Yeah. Where? Don't I red shop down there? Okay. Balloon boss. Yes, what? Bossy balloon. ഒരു കൊച്ചതിന്റെ ബലൂൺ. I got stuck down there. Okay. Bye. എന്റെ പൊന്നു പിള്ളേരൊക്കെ. We are come down I green, blue. Okay. Yeah, sure. We are go down I blue. Good. Yeah, them there for go like. Yeah, sure. Yeah, I will stop. Good. Shop. No, they have it. അവരവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് പിള്ളേരെ. അമ്മമാരൊക്കെ അവിടെ ഇരുന്ന് പിള്ളേരെ വിളിക്കുകയാണ്. ഇവർ രണ്ടിലുണ്ട്. We are stuck down I blue. Here. Oh, this is your house? In the blue school. Oh, this is your school? The blue school. Okay. Yeah, I will stop here. പിള്ളേരൊക്കെ വൻ കോമഡിയാണ് ഗൈസ്. Okay? Be careful when you open the door. Okay. ഉണ്ട് പിള്ളേർക്ക് വിവരമുണ്ട്. ഇടത് വശത്തൂടെ തുറക്കുള്ളൂ, വലത്ത് വശത്തൂടെ തുറക്കില്ല. പക്ഷെ കയറിയപ്പോൾ അവർ ഇതിലൂടെ വന്ന് കയറിയായിരുന്നു. ആക്രമണമായിരുന്നു. You okay? You good? Okay. Yeah, you're welcome. അടിപൊളി. വീണ്ടും കിട്ടി കുറെ പിള്ളേർ കോമഡി അല്ല, പിള്ളേർ കിരി. അയ്യോ, ശരിക്കും കഷ്ടമുണ്ടല്ലേ ഇവിടെയൊക്കെയുള്ള പിള്ളേർ. എങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിലും ഇല്ലേ ഈ ലിഫ്റ്റ് വാങ്ങിച്ചു പോകുന്ന സംഭവം. ഇഷ്ടംപോലെ ഉണ്ട് കുട്ടികൾ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് അപരിചിതരായിട്ടുള്ള ആളുകളുടെ കൂടെ പോകുന്നത്. നിവൃത്തിയില്ലായ്മ കൊണ്ടാണ്. സമയം 4:45. ഞാൻ തിരിച്ച് ഇവിടെ ടൗണിലെത്തി. ഇനി എനിക്ക് വീണ്ടും ഒരു 1/4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം എയർപോർട്ടിലെത്താനായിട്ട്. കാരണം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് ഇവിടുത്തെ വഴികൾ. ഒരു കപ്പൽ വരുന്നുണ്ടോ? ആ കപ്പലിൻ്റെ ഷേപ്പ് നോക്കി, ഒരു വെറൈറ്റി കപ്പൽ. ഇവിടെ കുറേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും അങ്ങനെ കുറേ ഗ്രൗണ്ടുകളുണ്ട്. താഴെ ടൗൺ കാണാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലോക്കിൽ കിടക്കുക കണ്ടോ. ബ്ലോക്ക് ആണെങ്കിൽ ഒരുത്തനും കുത്തിക്കയറ്റിക്കൊണ്ട് പോകില്ല, വരയിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഒരു ബൈക്ക് പിന്നെ ഇല്ല. ബൈക്ക് ഉണ്ടായാലും ബൈക്കാരുണ്ടെങ്കിൽ ബൈക്കാർ മാത്രമേ കയറി പോവുള്ളൂ. കാർ ആരും ഒരു വണ്ടിയും കുത്തിക്കയറ്റിക്കൊണ്ട് പോകത്തില്ല, ഹോൺ അടിക്കത്തില്ല. ഇതിപ്പോൾ വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള തിരക്കാണ്. ഇന്ധനം അടിക്കുമ്പോൾ വീണ്ടും നല്ല കത്തിയായിരിക്കും. ടാങ്ക് കഴിഞ്ഞു. ഞാനത് അത്യാവശ്യം ഈ വണ്ടി അത്യാവശ്യം നല്ലപോലെ എണ്ണ കുടിക്കുന്ന വണ്ടി കേട്ടോ. ഈ ദാരിദ്ര്യം പിടിച്ച നാട്ടിൽ ഫ്യൂവലിന് കാർഡ് പോലും എടുക്കത്തില്ല, അതിന് ക്യാഷ് കൊടുക്കണമെന്ന്. എന്നാ പരിപാടിയാന്ന് വെച്ച് എന്തോന്നടേ ഇത്, കാർഡ് എടുക്കാത്ത പമ്പ്. ഉമ്മർക്ക് എന്താ ഇങ്ങനെ? ഇതിലിപ്പോഴും കുറെ വർഷം പുറകിലാട്ടോ. 3 ഗാലണേ ആയുള്ളല്ലോ, ഒന്നും ആയില്ല. ഒരു 50 കൂടെ അടിച്ചു നോക്കാം അല്ലേ. $50 ഇപ്പോൾ ഓൾറെഡി. $50 3.5 ഗാലണോ അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. സോ ഐ നീഡ് 50 മോർ. യാ, ഇവിടെ ഫ്യൂവൽ പ്രൈസ് ഇച്ചിരി കുറവാ. എനിക്ക് 2,600 രൂപയായി. അച്ഛാ, ഹാഫ് ടാങ്കേ $80 ഇവിടുത്തെ ഈസ്റ്റേൺ കരീബിയൻ ഡോളർ. ഇപ്പോൾ വണ്ടി എടുത്ത വകയിൽ മൊത്തം 25,000 പ്ലസ് 2,600. സ്വാഹ, വണ്ടി മുതലാക്കി. അങ്ങനെ ഞാൻ എയർപോർട്ട് എത്തി. ആർഗൈൽ ഇന്റർനാഷണൽ എയർപോർട്ട്, അങ്ങനെയാണ് ഈ എയർപോർട്ടിന്റെ പേര്. ആർഗൈൽ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവരുടെ പഴയ എയർപോർട്ട് അബാൻഡൻ ചെയ്തിട്ട് പുതിയതായിട്ട് പണിത എയർപോർട്ടാണ്. കടൽ തീരത്ത് നല്ല കിഡിലൻ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെ എയർപോർട്ടിലേക്ക്. അങ്ങനെ എയർപോർട്ടിലെത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞ്. അവരാരും ഇല്ലെന്ന് തോന്നി ഇവിടെ. എയർപോർട്ടിൽ ലാസ്റ്റ് ഫ്ലൈറ്റല്ലേ ഇനി, ഇപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, വിജനമാണ് ഇവിടെ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചാവി അവിടെ കൊണ്ടിട്ടിട്ട് ഫോട്ടോ എടുത്ത് അയക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇവിടെ ഏതോ റീജിയണൽ വിമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഈ കുഞ്ഞു സാധനങ്ങൾ. ഇതൊക്കെ ഇവരുടെ തന്നെ വേറെ ഏതോ ദ്വീപുകളിലേക്കൊക്കെ പോകുന്നത്. അതൊന്നും ഫ്ലൈറ്റ് റഡാറിൽ പോലും കാണുന്നില്ല. ഇവിടെ നിന്നുള്ള അടുത്ത ഇന്റർനാഷണൽ വിമാനം എൻ്റെതാണ്. അതിപ്പോൾ 1-2, പിന്നെ 2-3 പ്രൈവറ്റ് ജെറ്റുകളൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. ഹായ്, is there anyone in the Avis? Is there anyone in the Avis? So I can just keep the key there, right? No, just put it over. Inside? Yeah. Okay. Yeah, thank you. ചാവി ഓടിട്ടു. ആർഗൈൽ ഇന്റർനാഷണൽ എയർപോർട്ട്. അതിന് മുമ്പിൽ ഫ്ലാഗ് ഉണ്ട്. സൺസെറ്റ് ആയപ്പോഴത്തേക്കിനും ഫ്ലാഗ് താത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് ആകുമ്പോഴത്തേക്കിനും നാഷണൽ ഫ്ലാഗുകൾ എല്ലാം ഫ്ലാഗ് പൊതുവെ താത്തി കെട്ടണമെന്നാണ് രാവിലെ പൊക്കമുള്ളത്. വിജനതയിൽ പാതി വഴി തേടുമ്പോൾ കണ്ട, ഇതാണ് കരീബിയനിൽ വലിയ തിരക്കുള്ള എയർപോർട്ടുകളൊക്കെ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. എന്താല്ലേ, ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത വിമാനം ചെക്ക് ഇൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഏരിയയാണെന്ന് തോന്നി കാണുന്നത്. ചെക്ക് ഇൻ തുടങ്ങി കാണുമോ
അവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല നമ്മുടെ വിമാനം ഇന്ന് ഉണ്ടോ, ഇത് ക്യാൻസൽ ആയോ, പോസ്റ്റ്പോൺ ആയോ എന്നൊന്നും പോലും പറയാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. നോബഡി, ആരുമില്ല ഗൈസ്. മിക്കവാറും വിമാനത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്കറിയത്തില്ല. അതിന് സാധ്യതയില്ല. ഒരൊറ്റ മനുഷ്യനില്ല. ഇന്റർ കരീബിയനിൽ മാത്രം ആളുണ്ട്. എനിക്ക് this is like good evening to an empty airport. Yeah, sure. So is it gonna be the last flight for today? Okay. ഞാൻ അകത്ത് കയറി വന്നു. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് കടകളൊക്കെ അടച്ചു. ഡ്യൂട്ടി ഫ്രീ ആണ് അത്രയും. ഡ്യൂട്ടി ഫ്രീ, എവറിത്തിങ് ഈസ് ക്ലോസ്ഡ്, നത്തിങ് ഈസ് ഹിയർ. ഒരു ഒരു ചായ വാങ്ങാനുള്ള സെറ്റപ്പ് പോലും ഇല്ല. നോക്കി ചേടാ, എന്തോന്നടേ ഇത്. ഇനി ഒരു ഫ്ലൈറ്റ് ഉള്ളതല്ലേ, ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കണ്ടേ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരു കുന്തവും ഇല്ല, എല്ലാം പൂട്ടിക്കെട്ടി. ഈ എയർപോർട്ടിൽ ഇപ്പം ഞാൻ മാത്രമാണ് പാസഞ്ചർ, മനസ്സിലായോ? വേറെ ആരുമില്ല ഇതുവരെ. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ചെറിയ കുഞ്ഞ് എയർപോർട്ടാണ്, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കട ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കുടിക്കുകയായിരുന്നു. ഡ്യൂട്ടി ഫ്രീ ഇല്ല, ഒന്നുമില്ല. ഫിഡൽ കാസ്ട്രോയോ? ഫിഡൽ കാസ്ട്രോ, പ്രസിഡന്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ക്യൂബ. പാട്രിക് മാനിങ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. പിന്നെ ഹ്യൂഗോ ചാവെസ്, ബൊലിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വല. അടിപൊളി. ക്യൂബ, ട്രിനിഡാഡ്, വെനസ്വല. നല്ല അടിപൊളി 3 രാജ്യങ്ങളുടെ ആൾക്കാരുടെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അടിപൊളി, കൊള്ളാം. ഇവിടെ എന്താ VIP ലോഞ്ചസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്, അതും അടച്ച്. എവറിത്തിങ് ഈസ് ക്ലോസ്ഡ്, നത്തിങ്. ചായക്കടയില്ല, ഒന്നുമില്ല. ലോഞ്ചെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. VIP ലോഞ്ച് ഉണ്ടോ? അതും കാണത്തില്ല, അതും അടച്ച് കാണാം. ദിസ് ഈസ് ഓൾസോ ക്ലോസ്ഡ്. നോ വൺ, നോബഡി, എനിബഡി. ഹലോ, പോയി. അതുമില്ല, അടച്ചു. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് പോലും ഇല്ല. നന്ദിയുണ്ട്, നന്ദി. ഇതാണ് എയർപോർട്ട്, ഇങ്ങനെയൊക്കെയാണ് എയർപോർട്ട്. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മെഷീനുണ്ട്. ഇതിനകത്തൊന്ന് വെൻഡിങ് മെഷീനുണ്ട്, വെൻഡിങ് മെഷീൻ. ഇതിൽ നിന്ന് എടുക്കണം. ഇഫ് ഐ വാണ്ട് സംതിങ്, ഐ നീഡ് വെള്ളം. സോ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഹിയർ. വെള്ളത്തിന് $5, പെപ്സി കൊക്കക്കോളയ്ക്ക് $4. അടിപൊളി. അതാണ് വെള്ളത്തെക്കാട്ടിൽ വില കുറവുള്ള സാധനം. വെള്ളത്തിനാണ് വില കൂടുതൽ. ഇവിടെ വേറെ സംഭവം കണ്ടോ? ദിസ് ടെർമിനൽ ബിൽഡിംഗ് ഈസ് എ സിംബൽ ഓഫ് ദ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾസ് ഓഫ് അവർ 2 countries. അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന, തായ്വാനും സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസും. അപ്പോൾ ഇവർ തായ്വാനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ചൈന ഇവർക്ക് സഹായമൊന്നും ചെയ്യില്ല. തായ്വാൻ മാത്രമേ ഇവർക്ക് സഹായം ചെയ്യുള്ളൂ. അതാണ് സംഭവം. ഇവിടെ പല രാജ്യങ്ങളും തായ്വാനുമായിട്ട് ടേംസിലാണ്. അപ്പോൾ തായ്വാൻ ഇവിടെ പണിത് കൊടുക്കും. അതായത് തായ്വാൻ അംഗീകരിക്കുന്ന രാജ്യവുമായിട്ട് ചൈന കൂട്ടുകൂടില്ല, തായ്വാൻ അംഗീകരിക്കാത്ത രാജ്യവുമായിട്ട് തായ്വാനും കൂട്ടുകൂടില്ല. അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ഇത് മൊത്തത്തിൽ തായ്വാനും ചൈനയും തമ്മിൽ അങ്ങനെയാണല്ലോ. 7:40 പോകേണ്ട വിമാനമാണേ. 7 മണിക്ക് ബോർഡിങ്. വിമാനം നേരത്തെ വന്നു, അതാണ് ബോർഡിങ്. 7:40 വിമാനം മിക്കവാറും 7:15 എടുത്തുകൊണ്ട് പോകുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു. ഈ ചുമ്മാ നടന്നങ്ങ് പോയാൽ മതി, ഇവിടെ ആരുമില്ല. എന്തല്ലേ എയർപോർട്ടുകളൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ പരിപാടികളാണെന്ന്. നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസിറ്റ് ലാസ്റ്റ് വിമാനം. സോ ജസ്റ്റ് ഗോ. ATR ആകെ 5 പേരേ ഉള്ളെന്ന് തോന്നി ഞാൻ. ഇതിനകത്ത് ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, കാരണം അത് വേറെ സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ. 7:45 പോകേണ്ട വിമാനം 7:10 ടേക്ക് ഓഫ് ചെയ്യുകയാണ്. 1/2 മണിക്കൂർ മുന്നേ ടേക്ക് ഓഫ് ചെയ്തു. എന്തല്ലേ Attention aircraft is sudden. Please remain seated with your seatbelt securely fastened about you. പേടിച്ചു പോയി. ഡിപ്പിലേക്ക് താഴ്ന്ന പോലെ നിലവിളി കയറുന്നതിനകത്ത്. It is for your continued 7:45 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. അത് 7:15 പുറപ്പെട്ട് 7:45 നമ്മളിവിടെ എത്തി. അങ്ങനെ നമ്മളെത്തി ഗ്രനാഡ. നമ്മുടെ 89ാമത്തെ രാജ്യമാണ് ഗ്രനാഡ. 89th കൺട്രി. അയ്യോ, കാല് കുത്തി കഴിച്ച് ഞാൻ. ഇന്റർ കരീബിയൻ. ഇനി നമ്മൾ ഇന്റർ കരീബിയനിൽ കയറത്തില്ല. ഇനി നമ്മൾ കരീബിയൻ എയർലൈൻസും പിന്നെ വേറെ സംഭവങ്ങളൊക്കെയാണ്. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ഇന്റർ കരീബിയൻ. വെൽക്കം ടു ഗ്രനാഡ, എൻ്റെ 89ാമത്തെ രാജ്യം. ഇനിയുണ്ട് പോകാൻ. 195 രാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ UN റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങളെ പറ്റി ഞാൻ പറയുന്നത്. UN റെക്കഗ്നൈസ് ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്, അതൊക്കെ കൂടാണെങ്കിൽ കുറേ ഉണ്ട്. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഒരു ടാക്സി ചേട്ടൻ ഇവിടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. 5 കിലോമീറ്റർ പോകാനായിട്ട് $20 US. എൻ്റെ അമ്മേ,
ഇതും കുടുസ് എയർപോർട്ടാട്ടോ, ചെറിയ കുഞ്ഞ് എയർപോർട്ട്. രാത്രി ആയതുകൊണ്ട് കാർ റെന്റിനൊന്നും കിട്ടത്തില്ല. സോ എനിക്ക് ചേട്ടനോടൊപ്പം $20 സാരമില്ല. പോട്ടെ. Oh my god. You speak English, right? Yes. Oh, but it's a totally different dialect. Or you mix the Creole with it? Well, you can say so. Okay. Yeah, that's what I found. It's very difficult to understand. Yeah. So this is the last flight for today? Yes, exactly. Okay. So you're going home today? Yeah. You are going home after this? After this, yeah. Okay. Nice. Are you staying nearby? No. No. We travel about 15 miles. 15 miles. Okay. Yeah. Okay. That's nice. And even the other side, which is St. Andrew's side. Oh, I see. Siesta Hotel. 10 minutes. ഹോട്ടലിലെത്തി. Thank you so much. Thank you so much and good night. Good night. Yeah. ഇവിടുത്തെ ആൾക്കാർ ആദ്യമേ ഗുഡ് നൈറ്റ് പറയും. ഹായ്. യെസ്. സുജിത് ഭക്തൻ. This is Tara. I will need your signature. Okay. Okay. Do you have a restaurant here? Yes, we do, but all restaurants are already Closed. So where do I get nearby food? There is a hotel next by Blue Horizons. Their restaurant is open up until Okay. 11. And how about that food courts? Yes. There is 2 restaurants up the street that open until 11. Until so 11. true, and Okay. east to west. So you can try it. Okay. So do you have any food delivery app or something here? Yes, we do. It's called Yogo. If you want to put it up on your phone, you can do so. They will deliver it? Yes. Okay. What is that app? It's Yogo. As you hear as well, the pass to the Wi-Fi. It's vacation. YOGO, right? Yogo food. This one? That's it. Okay. Okay. അടിപൊളി. മുറിയാണല്ലോ. So this is my room. Okay. So what is a Wi-Fi passport? It's vacation all lowercase. Vacation. All lowercase. Okay. All right. If you need anything, it's your phone for fun. Yeah, sure. Thank you. Thank you. Good night. ഇതെന്തൂറിയത് കയറി വന്നപ്പോൾ തന്നെ ഒരു നാറ്റം. എയർബിഎൻബി ഒക്കെ എന്ത് സ്വർഗ്ഗം അല്ലേ. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് 12,000 രൂപയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു മുറി. ഇത് നമ്മളെ ചെന്നൈയിലെ ലേമെറിഡിയൻ ഹോട്ടൽ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അത് കണ്ടില്ലേ, മറ്റേ പൊളിഞ്ഞ ഭിത്തി, കുതിർന്ന് പൊളിഞ്ഞ ഭിത്തിയാണ്. അറ്റ്ലീസ്റ്റ് പെയിന്റ് അടിച്ചെങ്കിലും വെച്ചിട്ടുണ്ട്. മറ്റേ ലേമെറിഡിയൻ അതുപോലും ചെയ്തിട്ടില്ലായിരുന്നു. അവരിനിയിപ്പോൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, നോ ഐഡിയ. അപ്പോൾ ഇതാണ് മുറി. ഇതൊരു പെട്ടിക്കകത്തൊരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന TV, പിന്നെ മേശയുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എവറിത്തിങ് ഈസ് ഓക്കെ. ഓവൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ബാത്റൂം ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, നോട്ട് ബാഡ്. എന്നാലും കുഴപ്പമില്ല. അതിനകത്തൊരു വല്ലാത്തൊരു വൃത്തിയുടെ സ്മെല്ല്, പിന്നെ ഒരു പോസിറ്റിവിറ്റി ഇല്ല. നമ്മൾ താമസിക്കുന്ന മുറിക്ക് ഒരു ചെറിയ പോസിറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. സോ ദാറ്റ്സ് റിയലി ഗുഡ് തിങ്. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷനിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചോദ്യം മറിച്ചിലൊന്നും ഇല്ലായിരുന്നു. എന്താ പറയുക, നമ്മൾ ഇമിഗ്രേഷൻ ഫോം ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ഇപ്പോഴും 10 കൊല്ലം പുറകെയാണ്. നമ്മൾ ഫോം ഫില്ല് ചെയ്യണം. അതിപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് ഇന്ത്യയിൽ ഓൺലൈൻ ആയത്. ഇത്ര നാൾ ഇന്ത്യയിലും ഫോം ഫില്ല് ചെയ്യണമായിരുന്നു നമ്മൾ ഫോറിനേഴ്സ് വരുമ്പോഴേ. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പം വരുമ്പോൾ തന്നെ 2 ഫോം തരും. ഇമിഗ്രേഷൻ ഫോം, കസ്റ്റം ഫോമും ഫില്ല് ചെയ്യണം. അത് ഒരു 5 ഗവൺമെൻറ് ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഇമിഗ്രേഷനിൽ കൊണ്ട് കൊടുക്കുന്നു. ലൈക്ക് യൂഷ്വൽ ഞാൻ അതിൽ യൂട്യൂബർ എന്ന് എഴുതും. ഞാൻ എവിടെ പോയാലും എൻ്റെ ഇമിഗ്രേഷൻ ഫോമിൽ എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബർ എന്ന് എഴുതും. അപ്പോൾ അത് ചോദിക്കും, സോ ഐ യു എ യൂട്യൂബർ? യെസ്, എന്ന് പറയും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോർട്ട് ഓഫ് സ്പെയിൻ ആണ് പോകുന്നത്, ട്രിനിഡാഡാണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, സ്റ്റാമ്പ് അടിച്ചു തന്നു. വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. വി ഡോണ്ട് നീഡ് എ വിസ ഹിയർ. ഇവിടെ ഒരു രാജ്യത്തും കരീബിയൻ രാജ്യത്തൊന്നും US വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ വേണ്ട, ഫ്രീ ടു കം. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം. ബാക്കി നാളെ. ബൈ.